ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് മനസ്സിലാവുണ്ടാവില്ലേ, ഞാൻ പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര സുഖമില്ല, എനിക്ക് വേറെ നിവർത്തിയില്ല. പിന്നെ ഇമ്മക്കുട്ടി ഇപ്പോൾ ആ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഇവിടുന്ന് നീങ്ങാൻ നിവർത്തിയില്ല. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വന്നിട്ട് ഭക്ഷണം കഴിച്ച് ഇമ്മക്കുട്ടിയെ ഉറക്കി. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം എനിക്കിത് അൺപാക്ക് ചെയ്തൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മോശമാണ്. പിന്നെ ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ആകെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് മിസ് ക്ലെയറിൻ്റെ നമ്പർ 55 ആണ്. പിന്നെ വീട്ടിലുള്ള ടീഷർട്ടാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിലെ സെറ്റപ്പ്. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റപ്പിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഹോൾ വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണത്തെ ഷോപ്പിംഗ് മെയിൻലി ഇമ്മക്കുട്ടിക്കും ഏട്ടനും വേണ്ടിയിട്ടാണ്. പാലക്കാട് പാന്തലൂൺസ് എന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ കണ്ടോ, ഇത്ര സാധനങ്ങളുണ്ട്. അപ്പോൾ യൂഷ്വലി പാലക്കാട് നിന്ന് ഏട്ടന് പാന്തലൂൺസ് തന്നെയാണ് എടുക്കാറുള്ളത്. പാലക്കാട് നിന്നാണ് എടുക്കണേ വെച്ചാൽ, അല്ല തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ മാൻഷെയർ നിന്നാണ് എടുക്കാറുള്ളത്. അവിടെ ആകുമ്പോൾ പിന്നെ എല്ലാ ബ്രാൻഡ്സും കിട്ടുമല്ലോ. ഇന്ന് പോയപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ഈ ഓഫർ ഉണ്ട് തോന്നുന്നു. പാന്തലൂൺസ് ബ്രാൻഡിൽ മാത്രമായിട്ട് നമ്മൾ 6000 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ 6000 രൂപയുടെ സാധനങ്ങൾ ഫ്രീ ആണ്. ആൻഡ് നമുക്ക് ചൂസ് ചെയ്യാം. മെൻസ് വെയർ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ഫുഡ് വെയർ, എന്ത് വേണമെങ്കിലും, ബെൽറ്റ്, അങ്ങനത്തെ ആക്സസറീസ് എന്ത് വേണമെങ്കിലും എടുക്കാം. പാന്തലൂൺസ് ബ്രാൻഡിൽ നിന്ന് എടുക്കണമെന്നേ ഉള്ളൂ. 6000 രൂപയ്ക്ക് മേടിച്ചാൽ 6000 രൂപ ഫ്രീ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഏട്ടൻ എന്തായാലും 2-3 ഷർട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ അത് പിന്നെ പാന്തലൂൺസ് തന്നെ എടുത്തു. പാൻസ് പിന്നെ അവിടെ നിന്നല്ല മേടിച്ചത്. ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പാന്തലൂൺസ് നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ 6000 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ 6000 രൂപയുടെ സാധനങ്ങൾ നമുക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 12000 രൂപയുടെ സാധനം 6000 രൂപയ്ക്ക് കിട്ടുന്ന അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമ്മക്കുട്ടിക്കും ഏട്ടനുമാണ് മെയിനായിട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ക്യൂട്ടായിട്ടുള്ള സംഗതിയിൽ നിന്ന് തുടങ്ങാം. അതിപ്പോൾ എന്താ, ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ബേബി ഡ്രസ്സുകളല്ലേ. അപ്പോൾ നമുക്ക് ഇമ്മക്കുട്ടിയുടെ ഡ്രസ്സ് തന്നെ തുടങ്ങാം. ഇനി ഞാൻ ഇമ്മക്കുട്ടിക്ക് മേടിച്ചിരിക്കുന്ന സംഗതിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഇമ്മക്കുട്ടിക്ക് ഇതേ ഡെനിമിൻ്റെ ഷർട്ട് മേടിച്ചിട്ടുണ്ട്. ഡെനിം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെനിമാണ്, നല്ല രസമായിട്ടുള്ള കിഡ്സ് പ്രിന്റ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 499 രൂപയാണ്. 500 രൂപയാണ് ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഹാഫ് ദി എമൗണ്ടിൽ കിട്ടും. നമുക്ക് 500 രൂപ എന്ന് പറഞ്ഞാൽ അപ്പോൾ 250 രൂപയ്ക്കാണ് നമുക്ക് ഈ ഷർട്ട് കിട്ടുന്നത്. നല്ല രസമുണ്ട് ഈ ഷർട്ട് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഫുൾ സ്ലീവ്സ് ഷർട്ടാണ്. അത്യാവശ്യം ട്രാവൽ ചെയ്യുമ്പോൾ AC-ലൊക്കെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 24, അതായത് 18 to 24 months ആണ് എടുത്തിരിക്കുന്നത്. 2 years ആണ് ഇമ്മക്കുട്ടിക്ക്. പക്ഷെ എന്നാലും ഇമ്മ മൊത്തത്തിൽ ചെറിയ ആളാണ്. അപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ 2 year മേടിച്ചാൽ ലൂസായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇട്ട് നോക്കിയില്ല, വന്നിട്ട് ജസ്റ്റ് വെച്ച് നോക്കി. അപ്പോൾ ഇത് രസമുണ്ട് കാണാനായിട്ട്. അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രോക്ക് പോലെയാണ്. പക്ഷെ ഫ്രോക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ചെറുതായിരിക്കും. പക്ഷെ എന്നാൽ ഒരു ടോപ്പായിട്ട് ഉപയോഗിക്കാം. എസ്പെഷ്യലി വൈറ്റ് ലെഗിങ്സിൻ്റെ ഒപ്പമൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇതും ഒരു കൈൻഡ് ഓഫ് കാണാനായിട്ട് ഡെനിം പോലെ ഉണ്ടെങ്കിലും പക്ഷെ ഇത് പ്രോപ്പർ ഡെനിമാന്ന് പറയാൻ പറ്റില്ല. ഇതിൽ കോട്ടൺ മിക്സ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല രസമായിട്ടുള്ളൊരു ഫ്രില്ലും ഉണ്ട്. അതേപോലെ വൈറ്റ് ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ 599 രൂപയാണ് ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. അതായത് നമുക്ക് 300 രൂപയ്ക്ക്. ഇതിപ്പോൾ 2 year മേടിച്ചിരിക്കുന്നത്. വണ്ണം കുറച്ച് ലൂസായിരിക്കും. അതിപ്പോൾ വേണമെങ്കിൽ സൈഡ് അടിച്ചു കൊടുത്താൽ മതി. ബാക്കിൽ ബട്ടൺസ് ഉണ്ട്, അപ്പോൾ ഇടാൻ എളുപ്പമാണ്. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീഷർട്ട് ഉണ്ട്, അതിൻ്റെ മീതെ കൂടെ ഇതേപോലത്തെ ഒരു കുട്ടി ഡ്രസ്സും ഉണ്ട്. അപ്പോൾ ടീഷർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫങ്കി ആയിട്ടുള്ള പ്രിൻ്റാണ് ഇത്. കണ്ടോ, നല്ല രസമായിട്ടുള്ള കളർഫുൾ പ്രിൻ്റാണ് ഇതിന്. ആൻഡ് ഇത് 600 രൂപയാണ്. അപ്പോൾ 600 രൂപയ്ക്ക് ഇതെനിക്ക് ലാഭമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. 600 അല്ല, ശരിക്കും 300 രൂപയ്ക്കാണ് അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്കിത് ജീൻസിനൊപ്പം ടീഷർട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് 600 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം നമുക്ക്. ഇവിടെ ഒരു ഷോൾഡറിൽ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ നല്ല രസമായിട്ടുള്ളൊരു ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് പേര് ചോദിക്കുകയുണ്ടായി ഇതെന്താ വർക്ക് എന്ന്. ഞാൻ കഴിഞ്ഞ തവണ ആപ്ലിക് വർക്ക് എന്ന് എന്തോ മെൻഷൻ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അത് എന്നുള്ളത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ വർക്ക് വരില്ല. അതിനാണ് നമ്മൾ ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത്. വേറൊരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ വേറൊരു ഫാബ്രിക്കിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുന്നതിന് ആപ്ലിക് വർക്ക് എന്ന് പറയും. നമുക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളുടെ പഴയ ഉടുപ്പുണ്ട്, അതിൽ ഇങ്ങനത്തെ രസമായിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ ഇത് മാത്രം ഇതേപോലെ വെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഉടുപ്പ് തയ്ക്കുമ്പോൾ അതിൽ വെച്ചിട്ട് ഇവിടെ അറ്റത്തായിട്ട് ഇന്റർലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് റീയൂസ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക് വർക്കിൻ്റെ പ്രത്യേകത അതാണ്. ഞാൻ 1-2 ഇമ്മക്കുട്ടിയുടെ ഡ്രസ്സിന് ഇതേപോലെ ചെയ്തിട്ടുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ ഇമ്മ.
അപ്പോൾ അങ്ങനെ ഇത് രസമുണ്ട്, എനിക്കിത് നല്ല ഇഷ്ടമായി. എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ആൻഡ് ഇതും ഇമ്മക്കുട്ടിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 18-24. ഇത് കറക്റ്റ് പാകമാണ്. ഞാൻ യൂഷ്വലി കറക്റ്റ് പാകമുള്ളതാണ് എടുക്കുക, എന്നിട്ട് പിന്നെ ഇട്ട് നാശമായ അത് വേണ്ടാക്കും, അങ്ങനെയാണ് പതിവ്. അല്ലാണ്ട് വലുതെടുത്തിട്ട് പിന്നെ അങ്ങനെ എടുത്ത് വെക്കാറില്ല. നമുക്ക് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പാകത്തിലിട്ട് കാണുന്നതല്ലേ ഭംഗി. അപ്പം അങ്ങനെ. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു കാഷ്വൽ ഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ ഇത് 399 രൂപയാണ്. അതായത് നമുക്ക് 400 രൂപയ്ക്ക് കിട്ടിയെന്ന് അർത്ഥം. അപ്പോൾ ഇത് യൂഷ്വൽ ബനിയൻ മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇടിക്കാം, പുറത്തേക്ക് ഇട്ടിട്ട് നാശമായി കഴിഞ്ഞാൽ വീട്ടിലും ഇടിക്കാം, എന്നിട്ട് പിന്നെ ഉപേക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അതെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തേക്ക് ഇടിച്ചിട്ട് പിന്നെ വീട്ടിലിടിക്കാൻ നിവർത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സിമ്പിൾ ഡ്രസ്സുകൾ, അതായത് ഇങ്ങനത്തെ ബനിയൻ മെറ്റീരിയലിൻ്റെ ഡ്രസ്സുകൾ കൂടുതൽ എടുക്കാൻ കാരണം. ഇതിൻ്റെ ഇപ്പം വേണമെങ്കിൽ ജാക്കറ്റ് പോലെ ഇടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കാഷ്വൽ വെയർ ആണിത്. അടുത്തത് ഒരു രസമായിട്ടുള്ള ഉടുപ്പുണ്ട്, ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു കാഷ്വൽ വെയർ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു പാർട്ടിക്കൊക്കെ പറ്റുന്ന ടൈപ്പാണ്. നെറ്റ് ഫാബ്രിക്കാണ് മുകളിലുള്ളത്, താഴെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതെല്ലാം നല്ല സോഫ്റ്റാണ്. കിഡ്സിന് പറഞ്ഞാൽ കിഡ്സിന് പറ്റിയിട്ടുള്ളത് ഡ്രസ്സുകൾ തന്നെയാണ് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, അവർക്ക് കുത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ നെക്കിൽ നല്ല പൂവിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ ബട്ടൺസും ഉണ്ട്. 350 രൂപയ്ക്ക് കിട്ടി നമുക്ക്. രസമുണ്ടല്ലേ കാണാൻ. ഇത് ഇറക്കം കൂടുതലാണ് ഇമയ്ക്ക്, പക്ഷെ സാരമില്ല, പാകം കറക്റ്റാണ്, നന്നായിട്ട് ചേരുന്നുണ്ട് അവൾക്ക്. പിന്നെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ വിത്ത് കുറച്ച് കൂടുതലാണ്, പക്ഷെ അത് സൈഡ് അടിച്ചാൽ മതിയാവും. ഇതിന് 300 രൂപയാണ്, അതായത് 150 രൂപയ്ക്ക് കിട്ടി. ഇതും അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇടാം, കാഷ്വൽ വെയർ ആണ്, നല്ല വൈബ്രൻറ്റ് പ്രിൻ്റാണ്, രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ ഒരെണ്ണം നല്ല ഭംഗിയുള്ളൊരു, അതായത് കുറച്ച് ഫ്രിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തു. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടിക്കുക വെച്ചിട്ട് ഇതിന് 800 രൂപയാണ്, അതായത് 400 രൂപയ്ക്ക് കിട്ടി. 400 രൂപയ്ക്ക് എനിക്കിത് നല്ല ലാഭമായിട്ടാണ് തോന്നുന്നത്, കാരണം ഇതിൻ്റെ ഫ്രിൽസൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്, നന്നായിട്ട് വിടർന്ന് നിൽക്കും. അതേസമയം ഇങ്ങനത്തെ പാർട്ടി വെയർ ആകുമ്പോൾ സാധാരണ കുട്ടികൾക്ക് കുത്താനുള്ള ചാൻസ് ഉണ്ട്. അമ്മയ്ക്ക് സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാറില്ല, കാരണം എന്താ വെച്ചാൽ ഒക്കെ ഞാൻ തുന്നൽ തന്നെയാണ് പതിവ്. എനിക്ക് തുന്നുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തുന്നാലോ, കാരണം കുത്താത്ത രീതിയിലൊക്കെ തുന്നിയെടുക്കാൻ സാധിക്കും. ഇങ്ങനത്തെ പുറത്തുനിന്ന് മേടിക്കുന്ന പാർട്ടി വെയർ ചിലത് ഭയങ്കരമായിട്ട് കുത്തും കുട്ടികൾക്ക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അങ്ങനെയില്ല, ഇത് നല്ല സോഫ്റ്റാണ്, ഉള്ളിലൊന്നും ഒരു തരിക്കും കുത്തില്ല എന്നുള്ളതാണ്. ബാക്കിൽ ബട്ടൺസ് ഉണ്ട്, ഈ അറ്റം വരെ ബട്ടൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടാൻ പ്രയാസമില്ല. അത് മാത്രമല്ല ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഇതേപോലെ സീക്വൻസിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, പക്ഷേ കുട്ടികൾക്ക് കുത്താണ്ടിരിക്കാനും അതേപോലെ ഒരു ഡിസൈൻ വർക്ക് എന്നുള്ള രീതിയിൽ അതിൻ്റെ മീതെ കൂടെ ഒരു നെറ്റ് ഫാബ്രിക് ഉണ്ട്, അപ്പോൾ അവർക്കത് ഒട്ടും കുത്തില്ല. സ്ലീവ്സിൽ ഫ്രിൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രസമായിട്ടുണ്ട് അല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ 30-ാം തീയതി ഇവിടെ കോളനിയിൽ ന്യൂ ഇയർ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഇടിക്കാന്നുള്ളത്. ഞാൻ ഇമക്കുട്ടിക്ക് രണ്ട് പാൻസ് മേടിച്ചു. അപ്പോൾ ഒന്ന് പറയണത് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്, ഇത് 400 രൂപയാണ്. പക്ഷേ ഇത് പറഞ്ഞാൽ 2 ഇയർ ഓൾഡിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ലൂസാണ്. അപ്പോൾ ഒന്ന് എനിക്കിവിടെ തോന്നുന്നു അരവണ്ണത്തിൻ്റെ ഇവിടെ ഒന്ന് ടക്കിടേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എലാസ്റ്റിക് വലിച്ചെടുത്തിട്ട് അതൊന്ന് വലിച്ചു തുന്നേണ്ടി വരും, എന്തെങ്കിലും രീതിയിൽ ചെയ്യേണ്ടി വരും, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡ്രോയ് മെറ്റീരിയലിലുള്ള പാൻസ് ആണ്. ഇതും ബാക്കിൽ എലാസ്റ്റിക് ആണ്, നല്ല രസമായിട്ടുള്ള സ്റ്റാർ പ്രിൻ്റ് ഉണ്ട്. അടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് നീളം കൂടുതലാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല, അതിങ്ങനെ ഫിറ്റായിട്ട് ഇരുന്നോളും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 600 റുപ്പീസാണ്, 300 റുപ്പീസിന് കിട്ടി. അങ്ങനെ അയ്യോ ഇപ്പോൾ തിരഞ്ഞപ്പോഴാണ് കേട്ടോ കിട്ടി. ഇമ്മക്കുട്ടിക്ക് ഒരു പാൻസും കൂടി നമ്മൾ എടുക്കേണ്ടത്. ഞാനും വിചാരിച്ചു ഒരെണ്ണം കൂടി എടുത്തു, അതെവിടെ കാണാനില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടത്. ഇത് 400 രൂപയുടെ പാൻസാണ്, കണ്ടു പോൾക്കാ ഡോട്ടിൻ്റെ പാൻസ് ആണ്. ഈ അറ്റത്തായിട്ട് മുട്ടിൻ്റെ അവിടെയായിട്ട് ഈ സ്റ്റാർ പ്രിൻ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ശരിക്കും അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് കിട്ടി, അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഇത്രയും സംഗതിയാണ് ഇമക്കുട്ടിക്ക് വേണ്ടി മേടിച്ചിരിക്കണത്. ഇനി ഞാൻ എനിക്ക് വേണ്ടി എന്താ മേടിച്ചിരിക്കണതെന്ന് കാണിക്കാം കേട്ടോ. ഞാൻ ഇത്തവണ എനിക്ക് വളരെ കുറവ് മേടിച്ചിരിക്കണത്. യൂഷ്വലി എനിക്കൊരു കൊട്ട സാധനങ്ങൾ മേടിക്കും, പക്ഷെ എന്നാലും ഇത്തവണ കുറവ് മേടിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് മാക്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഡിസംബർ മന്ത് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ക്ലബ് ഫാക്ടറിയിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തവണ അങ്ങനെ മേടിച്ചില്ല. പിന്നെ ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ കാശ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി ഇമയ്ക്ക് എടുക്കണ്ട, ഇത്ര എടുത്തല്ല, നീ എടുക്കെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എടുത്തതാണ് ഞാൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു സിമ്പിൾ ടീഷർട്ടാണ്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് നിൽക്കടോ 299 രൂപയാണ്. എന്താ ബെസ്റ്റ് പാട്ടെന്നറിയോ, ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ദൈവമേ എത്ര നാളായി എന്നറിയോ, കഴിഞ്ഞ അവിടെ മാക്സിൽ പോയിട്ട്
ഒന്നും എനിക്ക് ഫിറ്റായിട്ടുള്ളത് കിട്ടിയില്ല. പക്ഷെ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ഇത് 299 രൂപ എക്സ്ട്രാ സ്മോൾ ആണ്. അതായത് നമുക്ക് 150 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ മൊത്തത്തിൽ രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് പ്ലെയിൻ ബേസിക് ടീഷർട്ടാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ പെയർ ചെയ്യാം. പിന്നെ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഒരു ഡെനിമിൻ്റെ ഒരു ഷർട്ട് വേണം എന്നുള്ളത്. അപ്പോൾ ഡെനിമിൻ്റെ ഷർട്ട് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ജാക്കറ്റ് പോലെ ഇടാം. അപ്പോൾ ഈ ഡെനിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെനിമാണ്. പിന്നെ ഈ ഇവിടെയായിട്ട് കണ്ടോ ഷോൾഡറിൻ്റെ അവിടെയും അതേപോലെ തന്നെ പിൻഭാഗത്തും നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഉണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ജാക്കറ്റായിട്ട് ഇടാം. സ്ലീവ്ലെസ് ഡ്രസ്സിൻ്റെ ഒപ്പമൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജാക്കറ്റ് ആയിട്ട് ഇടാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഷർട്ട് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അരയുടെ അവിടം വരെ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റ് ആയിട്ട് ഇടാനും പെർഫെക്റ്റ് ആണ്. ഇത് സ്മോൾ സൈസിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു പൊടിക്ക് ലൂസ്. ശരിക്കും എൻ്റെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ആവണ സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്മോളാണ്. എന്നാലും ഞാൻ സ്മോൾ മേടിക്കും, എന്നിട്ട് ഞാൻ ഓൾട്ടർ ചെയ്യും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇത് എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ അധികം ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലീവ്സിൻ്റെ അവിടേക്കൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതിയാവും. എക്സ്പെൻസീവ് ആണ്, 1200 രൂപയുണ്ട്, അതായത് 600 രൂപ. അതായത് നമുക്ക് 600 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ 600 രൂപയ്ക്ക് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ പിന്നെ ഞാനൊരു സംഗതി മേടിച്ചിരിക്കുന്നത് ഷൂസാണ്. ഇത് മേളിൽ ഡെനിമിൻ്റെ മെറ്റീരിയലാണ്, പിന്നെ ഇവിടെ എംബ്രോയിഡറി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജീൻസിൻ്റെ ഒപ്പം അതേപോലെ മാക്സി ഡ്രസ്സിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരുന്ന കാഷ്വൽ ഷൂസാണിത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര വെയിറ്റ് ഒന്നുമില്ല. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ്? ഇതിന് 1000 രൂപ, 999 രൂപ, അതായത് നമുക്ക് 500 രൂപ. 500 രൂപയ്ക്കും എനിക്കിത് അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ചെരുപ്പ് വേണമായിരുന്നു, ഒരു ഫ്ലാറ്റ്സ് വേണമായിരുന്നു. ഇവിടെ നാട്ടിൽ എനിക്ക് ഫ്ലാറ്റ്സിലെ ഹീൽസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ സൈസ് പറയണത്, എൻ്റെ കാലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 37 ആണ്. 37 എനിക്ക് പൊടിക്ക് ലൂസാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും എനിക്ക് 36 കറക്റ്റ്, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നില്ല 36. എന്നാലും കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടമായി. ഇതിൻ്റെ പാറ്റേണൊക്കെ രസമുണ്ട് കാണാനായിട്ട്, നന്നായിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ പോകുന്നത് ഏട്ടൻ്റെ ഡ്രസ്സാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രാണ്ട് ഇഷ്ടം ഉണ്ടാവും എന്നുള്ളത്. മെൻസ് വെയർ കാണാൻ എല്ലാവർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുൻകൂട്ടി പറയുകയാണ്. പക്ഷെ എന്തായാലും ഞാൻ മേടിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ പാൻസ് കാണിച്ചു തരാം. ബേസിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബേസിക്സിൻ്റെ ബ്രാൻഡിൻ്റെ ഇത്തവണത്തെ ഓഫർ എന്തായിരുന്നു വെച്ചാൽ 2 പാൻസ് മേടിച്ചു കഴിഞ്ഞാൽ 1 പാൻസ് ഫ്രീ, അങ്ങനെയാണ് ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പാന്തലൂൺസ് ബ്രാൻഡിൽ പെടില്ല കേട്ടോ. പാന്തലൂൺസ് ബ്രാൻഡിൻ്റെ ഓഫർ കിട്ടണമെങ്കിൽ, അതായത് 6000 രൂപയുടെ മേടിച്ച് 6000 രൂപ ഫ്രീ എന്ന് പറഞ്ഞില്ലേ, അത് കിട്ടണമെങ്കിൽ പാന്തലൂൺസ് ബ്രാൻഡിൻ്റെ തന്നെ മേടിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ഇമ്മക്കുട്ടിയുടെ എൻ്റെ ഒക്കെ പാന്തലൂൺസ് ബ്രാൻഡിൻ്റെയാണ്. ഏട്ടൻ്റെ പാൻസ് മേടിച്ചിരിക്കുന്നത് ബേസിക്സിൻ്റെയാണ്. അപ്പോൾ ഇത് വേറെ ഓഫറാണ്. അപ്പോൾ ഏട്ടന് ഇതെന്ത് കളറാണ്? ഇതൊരു ബ്ലാക്കിഷ് ബ്രൗൺ ആയിട്ടുള്ള കളറാണ് മേടിച്ചിരിക്കുന്നത്. ഇത് 2399 രൂപ. അപ്പോൾ ഈ ഒരു പാൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബേജ് കളറിലുള്ളതാണ്. ഇതിന് എത്ര രൂപയാണ്? 1999 രൂപയാണ് ഈ പാൻസിനുള്ളത്. ഇതൊക്കെ ടേപ്പേർഡ്. ഓക്കെ, ഇതൊക്കെ ടേപ്പേർഡ് ഫിറ്റാണ്. ആളെപ്പോഴും ടേപ്പേർഡ് ഫിറ്റ് തന്നെയാണ് മേടിക്കുക. അങ്ങനെ സ്ലിം ഫിറ്റും പിന്നെ അതേപോലെ സൂപ്പർ ഫിറ്റ് അങ്ങനെയൊക്കെ സംഗതി അതൊന്നും ആൾ ഇടില്ല, അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല ആൾക്ക്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാക്കി കളർ പോലെയുള്ളതാണ്. ഞങ്ങൾ കടയിൽ പോയി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുന്ന ഒരു 8 ഒക്കെ കൊണ്ട് കൊടുക്കും പാൻസ് ട്രയൽ റൂമിൽ പോയിട്ട്. എന്നിട്ട് ഏട്ടൻ അതിൽ നിന്ന് ഇട്ട് നോക്കിയിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 or 3 സെലക്ട് ചെയ്യും. ആൻഡ് ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലാണ് ഡ്രസ്സ് എടുക്കുക. ഇപ്പോൾ എടുത്തിട്ടുണ്ട്, കുറച്ചധികം എടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ഒന്നും എടുക്കില്ല. വർഷത്തിൽ ഒരിക്കലും എടുക്കുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് എടുക്കുക. ഒന്നില്ലെങ്കിൽ പാലക്കാട് പാന്തലൂൺസിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ തൃശ്ശൂർ മാൻഷെയറിൽ നിന്ന് എടുക്കും. ഇവിടെ നിന്ന് ഏതില്ലെങ്കിലും ഒരു തവണ എടുത്തിട്ട് പിന്നെ നിർത്തി. പിന്നെ അടുത്ത വർഷത്തേക്ക് ഒന്നും എടുക്കില്ല ആൾ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഓൺലൈൻ ഒന്നും എടുക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കും ഇടയ്ക്ക്, അല്ലാച്ച ചിലപ്പോൾ അച്ഛനും ഉമ്മയും എടുക്കും ഓണത്തിനും വിഷുവിനും, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഏട്ടനായിട്ട് പിന്നെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയാണ് ആളുടെ രീതി. ഇത് ഒരു വെറൈറ്റി പാൻസ് ആട്ടോ, അത് ഞാൻ നിർബന്ധിച്ചെടുത്തതാണ്. ഇത് പാന്തലൂൺസ് ബ്രാൻഡിൻ്റെയാണ്. ഇതിന് 1000 രൂപ. ഇത് ട്രാവലിങ്ങിനൊക്കെ പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ലതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കളർ ഇതായതുകൊണ്ട് അങ്ങനെ ചളി പറ്റിയാലും പെട്ടെന്ന് അറിയില്ല. എലാസ്റ്റിക് ആണ്, അപ്പോൾ വേഗം ഇടാനും ഊരാനും ഒക്കെ എളുപ്പമുണ്ട്. അത് മാത്രമല്ല കാലിൻ്റെ അടിയിലും എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കി വെക്കേണ്ട, അത്യാവശ്യം അവിടെ ഫിറ്റായിട്ട് ഇരുന്നോളും. എനിക്കിത് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഇതെന്തായാലും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ
ആളെങ്കിലും എടുത്തു. ഇനി ഞാൻ ഏട്ടന് എടുത്തിരിക്കുന്ന ഷർട്ട്സ് കാണിച്ചു തരാം കേട്ടോ. പന്തലൂൺസിന് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ ആളുടെ സൈസ് എന്ന് പറയണത് മീഡിയം. ഓക്കെ, മീഡിയം, അതായത് 40 ആണ് സൈസ്. അതിൽ തന്നെ സ്ലിം ഫിറ്റാണ്, ആൾക്ക് കറക്റ്റ് ഫിറ്റ് ആവുക. നല്ല രസമായിട്ടുള്ളൊരു ബ്ലൂ കളറാണ്. ആൻഡ് ഇത്തവണ ചൈനീസ് കോളർ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണയാണ് നമ്മൾ മാൻഷെയറിന് മേടിച്ചപ്പോൾ, നാട്ടിൽ വന്നപ്പോൾ തൃശ്ശൂർ ചൈനീസ് കോളറുള്ള ഇങ്ങനത്തെ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഷർട്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏട്ടന് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഇത്തവണ ഞാൻ ഫുൾ ഇങ്ങനത്തെ ചൈനീസ് കോളർ ഉള്ളതാണ് എടുത്തത്. ഞാൻ പറഞ്ഞു ഇട്ട് നോക്കൂ പറഞ്ഞിട്ട് നന്നായിട്ട് ചേർന്നു. അപ്പോൾ ഇതാണ് മേടിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1300 രൂപയാണ്. പിന്നെ അടുത്തത് നല്ല രസമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പീച്ച് കളറാണ്. പീച്ച് കുറച്ചൊരു അതായത് ക്യാമറയിൽ കാണുമ്പോൾ ഒരു പിങ്ക് പോലെ തോന്നും, പക്ഷെ ഒരു പീച്ചും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ഇതും സെയിം 40 സൈസിലുള്ളതാണ്, സ്ലിം ഫിറ്റാണ്. ഇത് 1000 രൂപയുടെയാണ്. നല്ല രസമുണ്ട്. ഇതൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ല കംഫർട്ടബിളും ആയിരിക്കും. ആൾക്കാണെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ അതേപോലത്തെ തന്നെ ചൈനീസ് കോളറിലുള്ളതാണ് മേടിച്ചിരിക്കുന്നത്. ഇതൊരു നല്ലൊരു ഡാർക്ക് ബ്ലൂ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ, പക്ഷെ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ പിന്നെ എഗെയിൻ ഒരു ഡാർക്ക് ബ്ലൂവിലുള്ള ഒരു ടീഷർട്ടാണ്. ഞാൻ കുറച്ച് വെവ്വേറെ കളേഴ്സൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തുവെച്ചാലും ഇട്ടിട്ട് ആൾക്ക് തൃപ്തി വന്നത് ഇങ്ങനത്തെയാണ്. പിന്നെ ആൾക്കാണെങ്കിൽ ഒരേ കളർ എടുത്താലും അങ്ങനെ വിഷമമൊന്നുമില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടത് എടുക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ ഈ ടീഷർട്ട് ഒരു ഡാർക്ക് ബ്ലൂ തന്നെയാണ്. ഇവിടെ ചെറിയൊരു സ്ട്രൈപ്പിൽ കുറച്ച് ഒരു മിലിറ്ററി പ്രിൻ്റ് പോലെ ഉണ്ട് ഇവിടെ. അങ്ങനെ രസമായിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അതാണ് പാലക്കാട് ഷോപ്പിംഗ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 26-ാം തീയതിയാണ് കേട്ടോ നമ്മൾ പോയത്. 26-ാം തീയതി പോയപ്പോൾ ആണ് ഈ ഓഫർ ഉള്ളത്. എനിക്കറിയില്ല എത്ര നാളത്തേക്ക് ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് ആ വഴി പോകണ്ടെങ്കിൽ ഒന്ന് നോക്കൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കാമല്ലോ. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, 6000 രൂപയ്ക്ക് മേടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലാഭമുള്ളൂ. അത്ര ആവശ്യമുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കാര്യം. ഇതിപ്പം ഏട്ടന് എന്തായാലും ആവശ്യം ഉണ്ടായിരുന്നു ഇത്ര മേടിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആൾ വർഷത്തിലൊരിക്കലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ആകുമ്പോൾ ആൾക്ക് ഇത്രയും മേടിക്കേണ്ട ആവശ്യം. അപ്പം ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ബാക്കിയുള്ള കാശുകൊണ്ട് എനിക്കും ഇമ്മയ്ക്കും എടുക്കാം. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി. അങ്ങനെ ഇരിക്കുന്നു. ആർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.